ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് സ്നേഹ. റിയലിസ്റ്റിക് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് ഇരിക്കുന്നതാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോണത്. പോസ്റ്റർ കളേഴ്സാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് വരയ്ക്കൽ കഴിഞ്ഞിട്ട് റിയലിസ്റ്റിക് ആയോ ഇല്ലേ എന്നൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പിന്നെ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് വരച്ചുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ പറ്റും. പ്രാക്ടീസാണ് ഏറ്റവും വലിയ ടിപ്പ്. ഞാനും വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ പെയിൻറ്റിങ്സും പെർഫെക്റ്റ് ഒന്നല്ല. പ്രത്യേകിച്ച് വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഡ്രോയിങ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പണ്ട് വരച്ചിരുന്നു, പിന്നെ ഇപ്പം അതൊന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റിയലിസ്റ്റിക് ഡ്രോയിങ് എവിടെ എത്തും, എങ്ങനെ അവസാനിക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പിൻട്രസ്റ്റിലൊരു ഇമേജ് കണ്ടു, അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ അവസാനം എന്താവും നമുക്ക് കണ്ടറിയാം. ഞാനിപ്പോൾ പോസ്റ്റർ കളറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് യൂസ് ചെയ്യാം. വാട്ടർ കളറോ ഫാബ്രിക് പെയിൻറ്റോ ഏത് പെയിൻറ്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മൾ പൊതുവേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, എസ്പെഷ്യലി ക്രാഫ്റ്റിങ്ങോ ഡ്രോയിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുള്ള വർക്കോ അവർ ചെയ്യുന്നതോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ യൂട്യൂബിലോ എവിടുന്നെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ടൊക്കെ ഇരിക്കും. എന്ന് വെച്ച് ആ വീഡിയോയിൽ കണ്ട അതേ സാധനങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്തിട്ടുള്ള അതേ സാധനങ്ങൾ വെച്ചിട്ടോ മാത്രമേ ആ ഒരു സംഭവം ചെയ്യാനോ വരയ്ക്കാനോ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് അതിലുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ടായിട്ടേ ഞാനത് വരയ്ക്കൂ, ഞാനത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മിനിമലായിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് നോക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതുപോലെയുള്ള റിയലിസ്റ്റിക് പെയിൻറ്റിങ്സും ക്യാൻവാസ് പെയിൻറ്റിങ്സും കളർ പെൻസിൽ ഡ്രോയിങ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ക്രാഫ്റ്റ് വീഡിയോസൊന്നും ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അതൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ പരിപാടി ഇതാ ഇവിടെ എത്തി. ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായില്ലേ എന്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. വരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് എവിടെയോ ഒരു തകരാറ് പോലെ തോന്നി. പ്രത്യേകിച്ച് നാരങ്ങ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നാരങ്ങയല്ല, ഓറഞ്ചോ നാരങ്ങ എന്താ ഈ സാധനം, എന്തായാലും അത് എൻ്റെ കയ്യിൽ നിന്ന് പോയ പോലെ എനിക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തോന്നി. പിന്നെ എന്തായാലും ഇത്ര ആയതല്ലേ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയത്. തെറ്റ് പറ്റും, സ്വാഭാവികം. അതിനിപ്പോൾ സാരില്ല എന്ന് വിചാരിക്കാം. ഒരെണ്ണം കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മളിനി വരയ്ക്കാൻ പോകുന്ന എല്ലാതും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. നമുക്ക് നോക്കാം, അടുത്തത് അടിപൊളിയാക്കാൻ നോക്കാം. നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ആരും ചെയ്തില്ലെങ്കിലും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വേറൊരു മൂഡ് പോണ പരിപാടിയാണ്. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വരയ്ക്കൽ മാത്രം നടക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വൃത്തിയിൽ വരയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിപ്പോൾ വരയ്ക്കും വേണം, വീഡിയോ എടുക്കും വേണം, ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും, എനിക്കിത് ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ടായിരിക്കും ഒരു ഇറിറ്റേറ്റഡ് ഫീല് വരാറുണ്ട്. പക്ഷെ അത് ശീലമായിക്കഴിഞ്ഞാൽ ഓക്കെ ആവുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കലും ഫോൺ നേരെയാണോ ഇരിക്കണത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ വരയ്ക്കണത് നമ്മൾ അങ്ങോട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോവാണ്. ആ ഒരു സമയത്താണ് ഡ്രോയിങ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ ഞാനൊന്ന് നമിച്ചത്. കാരണം അത് നമ്മൾ വിചാരിക്കണ പോലെ എളുപ്പമുള്ള പരിപാടിയല്ല, അത്യാവശ്യം നല്ല സ്ട്രഗിൾ ഉള്ളതാണ്. അല്ലെങ്കിലും പല കാര്യങ്ങളും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ആവില്ലല്ലോ, അതിൻ്റെ റിയാലിറ്റി വേറെ ആയിരിക്കും. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അത് വീഡിയോ എടുക്കും കൂടിയും ചെയ്യുമ്പോൾ വരയ്ക്കണത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. എന്തൊക്കെയോ എവിടേക്കോ ഗ്ലാസ്സും ഒക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പറ്റിയ പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഡ്രോയിങ്സിൽ അത് ശരിയാക്കാം. അപ്പോൾ ഓക്കെ, ബൈ.